മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പങ്കെടുത്ത പൊതുയോഗത്തിൽ ഡിവൈഎഫ്ഐ എഐവൈഎഫ് പ്രവർത്തകരുടെ പ്രതിഷേധം തടയാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം സംഘർഷത്തിനിടയാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് 5 ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും 4 എഐവൈഎഫ് പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പെൻഷൻ പ്രായം ഉയർത്തിയതിന് എതിരായിരുന്നു പ്രതിഷേധം. രാജാ രവിവർമ്മ സ്മാരക മന്ദിരത്തിന്റെ ശിലാസ്ഥാപനത്തോടനുബന്ധിച്ച് നടന്ന പൊതുയോഗ സ്ഥലത്താണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉയർന്നത്. മുഖ്യമന്ത്രിയെ പ്രസംഗത്തിനായി ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ സദസ്സിന്റെ മുൻനിരയിലും നടുക്കുമായി ഇരുന്നിരുന്ന ഡിവൈഎഫ്ഐ എഐവൈഎഫ് പ്രവർത്തകർ ഗോ ബാക്ക് വിളിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയായിരുന്നു. പോലീസ് ഇവരെ വലയം ചെയ്തിരുന്നുവെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എഴുന്നേറ്റ് പ്രതിഷേധക്കാരെ നേരിടാൻ ശ്രമിച്ചു. ഇത് സംഘർഷത്തിനിടയാക്കി. കസേരകൾ വലിച്ചെറിയുകയും ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയും ചെയ്തു. സംഘർഷം ഒഴിവാക്കാൻ പോലീസ് ചെറിയ തോതിൽ ലാത്തി വീശി. പ്രതിഷേധക്കാരെ പോലീസ് വലയത്തിൽ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയ ശേഷമാണ് സ്ഥിതിഗതികൾ ശാന്തമായത്. റൂറൽ SP തോമസ് കുട്ടിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്തുണ്ടായിരുന്നത്. 5 ഡിവൈഎഫ്ഐ പ്രവർത്തകരും 4 എഐവൈഎഫ് പ്രവർത്തകരുമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. സംഘർഷത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഇവരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊതുയോഗം അലങ്കോലപ്പെടുത്തിയതിനും സംഘം ചേർന്ന് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഇവർക്കെതിരെ കേസെടുക്കുമെന്ന് കിളിമാനൂർ CI R അശോക് കുമാർ പറഞ്ഞു. യോഗം പിരിഞ്ഞ ശേഷവും ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. ഇതിൽ ചില വാഹനങ്ങൾക്ക് കേടുപറ്റിയിട്ടുണ്ട്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കിളിമാനൂരിൽ പ്രകടനം നടത്തി.